കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം ഇത് കോൺഗ്രസ് എന്നല്ല, പൊതുവായിട്ട് എല്ലാ പൊതുസമൂഹത്തെയും ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഈ കാര്യങ്ങളിൽ നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസം മുസ്ലിം ലീഗിന്റെ ഒരു ഭരണ പ്രതിനിധിക്ക് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ബാലൻസിങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു തുല്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു നീതിപൂർവമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾക്കോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊടുക്കുവാനായിട്ട് സർക്കാർ തയ്യാറാകണം. കാരണം എങ്കിൽ മാത്രമേ ഇവിടെ ഈ സമൂഹത്തിൽ തുല്യമായിട്ടുള്ള നീതി ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു ക്രൈസ്തവന് കൊടുക്കണം എന്നുള്ളതാണോ എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് പറയുന്നില്ല. പക്ഷെ പൊതുസമൂഹത്തെ പ്രതിനിധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ കോൺഗ്രസ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം കോൺഗ്രസിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സമുദായ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് മന്ത്രിസഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നീതിപൂർവമായിട്ട് എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്ന മനോഭാവം ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ള ചിന്ത പൊതുസമൂഹത്തിനുണ്ട്. ഞങ്ങൾക്കിപ്പം ഒരു മതത്തോടോ ഒരു സമുദായത്തോടോ ഒരു തരത്തിലുള്ള എതിർപ്പില്ല. പക്ഷെ ഈ സമൂഹത്തിൽ ഒരു തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസ നടപടിക്രമങ്ങളും ഭരണ സംവിധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് പൊതുവായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധികൾക്ക് ഉണ്ടാകണം. നിങ്ങളിങ്ങനെ പറയുമ്പോൾ സർക്കാരിനെ തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കുകയാണല്ലോ. ഫിഷറീസ് വകുപ്പ് ലത്തീൻ സഭ പറയുകയാണ് ലീഗിന് കൊടുക്കരുത്, അതും കോൺഗ്രസ് തന്നെ കൈവശം വെക്കണമെന്ന്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അത് ലീഗിന് കൊടുക്കരുത്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുള്ള കാര്യം നിങ്ങളും പറയുകയാണ്, കത്തോലിക്ക കോൺഗ്രസും പറയുകയാണ്, അതായത് സിറോ മലബാർ സഭ പറയുകയാണ്. ഇങ്ങനെ കത്തോലിക്ക സഭകളിൽ നിന്ന് ഇങ്ങനെയുള്ള സമ്മർദ്ദം വരുമ്പോൾ സർക്കാർ എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ ആവശ്യം പരിഗണിക്കേണ്ടി വരിക തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ലീഗ് ഒരു വശത്ത് നിന്ന് ലീഗിനോട് നിങ്ങൾക്കുള്ള എതിർപ്പ് അത് പ്രകടമാവുകയാണ് ഇവിടെ. ഒരിക്കലുമല്ല, ലീഗിനോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഞങ്ങൾ എല്ലാ ജനവിഭാഗത്തെയും തുല്യമായിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ്. ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും തുടങ്ങാൻ ശ്രമിക്കുന്നതുമല്ല. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ലത്തീൻ സഭ, ആ സഭയിലെ ആളുകൾ കൂടുതലായിട്ടുള്ളത് ഫിഷറീസ് ആയി ബന്ധപ്പെട്ട മേഖലകളിലാണ്. അതുകൊണ്ട് അവരുടെ ഒരു പ്രതിനിധിക്ക് ആ ഭാഗത്തേക്ക് ആ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് കുറച്ച് അഭിഭാഗ്യമാണെന്നുള്ള കാര്യം അവർ പറഞ്ഞു, അവരുടെ ആശങ്ക പറഞ്ഞു. അത് മുഖ്യമന്ത്രി പരിഗണിക്കുമെന്ന് പറയുണ്ടായി. അതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കൂട്ടിക്കിടക്കലിന്റെ ആവശ്യമില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സഭകൾ ഈ നാട്ടിൽ നൽകിയിട്ടുള്ള സംഭാവനകളെ ആർക്കും തമസ്കരിക്കാൻ സാധിക്കത്തില്ല. പള്ളിയോടൊപ്പം പള്ളിക്കൂടം പണിത് ഈ പള്ളിക്കൂടത്തിൽ പഠിച്ച് വളർന്നു വന്ന ആളുകളാണ് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ ജനവിഭാഗവും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വലിയ നവോത്ഥാനത്തിന് മുന്നേറ്റം കുറിച്ച ഒരു വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മളുടെ ആവശ്യങ്ങൾ ന്യായമല്ല എന്ന് പറയാൻ ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നു.